ബോർഡിൽ കുറെ പോളിഗൺസ് എഴുതിയിട്ടുണ്ട്. ട്രയാങ്കിൾ, സ്ക്വയർ, പെന്റഗൺ, ഹെക്സഗൺ അങ്ങനെ. ഇത് എത്ര സൈഡ് ഉണ്ട്? 3. ഉറക്കെ പറഞ്ഞു. ഇതിന് എത്ര സൈഡ്? 4, 5, 6. അങ്ങനെയാണെങ്കിൽ അടുത്ത് വരുന്നത് 7 സൈഡ് ഉണ്ടാവും. ഇത് എത്ര വെച്ചാൽ കൂടി കൂടി പോണത്? 1. അപ്പൊ അതിന് കോമൺ ഡിഫറൻസ് എന്ന് പറയും. ഒരേ ഡിഫറൻസ് ആണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ പേരാണ് അരിത്മെറ്റിക് സീക്വൻസ്. അപ്പൊ ഇതിന് എത്ര ആംഗിൾസ് ഉണ്ട്? 1, 2, 3. അടുത്തതിൽ എത്ര ആംഗിൾസ് ഉണ്ട്? 4. അടുത്തത് 5, അടുത്തത് 6, 7 ഇങ്ങനെ പോകും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡിഫറൻസ് 1 തന്നെയാണ്. അത് അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഇനി സം ഓഫ് ആംഗിൾസ്, ഒരു ട്രയാങ്കിളിന്റെ അകത്തുള്ള 3 ആംഗിൾ കൂടെ കൂട്ടി എത്രയാ? 180. ഇതിന്റെ 3 ആംഗിൾ കൂടെ കൂട്ടി എത്രയാ? 360, 360. അടുത്തത് 540, അടുത്തത് 720, അടുത്തത് 900. എത്ര വെച്ചാ കൂടുന്നത്? 180 വെച്ചാണ് കൂടുന്നത്. അപ്പൊ കോമൺ ഡിഫറൻസ് ആയിട്ട് വരുന്നത് 180 ആണ്. അങ്ങനെ അതും അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഇനി ഒരു ഔട്ടർ ആംഗിൾ, പുറത്ത് വരുന്ന ഈ ഔട്ടർ വരുന്ന ഒരു ആംഗിൾ എത്ര ഉണ്ടാവും? നമുക്കറിയാം ടോട്ടൽ 360 ആണ്. 360നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 120 കിട്ടും. 4 സൈഡ് ഉണ്ടെങ്കിൽ ഒരു ഔട്ടർ ആംഗിൾ 360നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 90 കിട്ടും. 360നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അത്ര കിട്ടും? 70 കിട്ടും. ബാക്കികൾ കണ്ടുപിടിക്കാം. ഇതിന്റെ ഡിഫറൻസ് 30, -30 അല്ല, 30 കുറയുന്നു. ഇവിടെ 28 കുറയുന്നുള്ളൂ. അപ്പൊ ഒരേ ഡിഫറൻസ് അല്ല. 18 വരും അല്ലേ? ഒരേ ഡിഫറൻസ് അല്ലല്ലോ, ഒരേ ഡിഫറൻസ് അല്ല. അപ്പൊ അതുകൊണ്ട് ഇതിന് കോമൺ ഡിഫറൻസ് ഇല്ല. നോ കോമൺ ഡിഫറൻസ്. അതുകൊണ്ട് ഇത് അരിത്മെറ്റിക് സീക്വൻസ് അല്ല. ഇനി അടുത്ത ഇന്നർ ആംഗിൾ. ഒരു ഇന്നർ ആംഗിൾ ആണെങ്കിൽ നമുക്കറിയാം ഔട്ടറും ഇന്നറും കൂടെ കൂട്ടിയാൽ എത്രയാ? 180 ആണ് അല്ലെ? അത് രണ്ടും കൂടെ 180 ആണ്. അപ്പൊ 180നെ ഈ 120 കുറക്കാം. 180 120 കുറച്ചാല് എത്ര കിട്ടുക? 60 കിട്ടും. അടുത്ത് നോക്കിയാൽ 180 90 കുറക്കാം. 90 കുറക്കാം. അപ്പൊ എത്ര കിട്ടും? 90 കിട്ടും. അടുത്ത 180 72 കുറക്കാം. അപ്പൊ എത്ര കിട്ടും? 108 കിട്ടും. അതേപോലെ ചെയ്ത് നോക്കാം. ഇതൊരേ ഡിഫറൻസ് ആണ് വരുന്നത്. ഇവിടെ 30 ഡിഫറൻസ് ഉണ്ട്, ഇവിടെ 30 ഡിഫറൻസ് ഇല്ല അല്ലെ? ഒരേ ഡിഫറൻസ് അല്ല. അപ്പൊ ഇത് കോമൺ ഡിഫറൻസ് ഇല്ല. അരിത്മെറ്റിക് സീക്വൻസ് അല്ല. ഇനി സം ഓഫ് ഔട്ടർ ആംഗിൾസ്. പുറത്ത് ഇവിടെ 3 120 ഉണ്ട്. അപ്പൊ 360 ആവും. ഇതിന്റെ 4 90 ഉണ്ട്. പുറത്ത് 4 90 ഉണ്ട്. അപ്പൊ അത് 360 ആവും. ഇതിന് 5 72 ഉണ്ട്. അത് 360 ആവും. അതെല്ലാം ഒരേപോലെ ഇങ്ങനെ. അപ്പൊ ഇതിനെല്ലാം ഡിഫറൻസ് ഉണ്ട്. ഒരേ ഡിഫറൻസ് ആണ്, 0 ആണ്. ഡിഫറൻസ് ഇല്ലാന്ന് പറയാം, അല്ലെങ്കിൽ ഒരേ ഡിഫറൻസ് ഉണ്ട് എന്ന് പറയാം. ഒരേ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് അതും അരിത്മെറ്റിക് സീക്വൻസ് ആണ് എന്ന് പറയാം. അപ്പൊ അതൊന്ന് എഴുതിയിട്ടാണ്